കാസർഗോഡ് കുമ്പള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അപകട ഭീഷണിയിലാണ്. ഓടുമേഞ്ഞ കെട്ടിടത്തിന്റെ മേൽക്കൂരയാകെ കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ച അവസ്ഥയിലാണ്. കുമ്പള ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മത്സ്യത്തൊഴിലാളികളും കർഷകരും വിദ്യാർത്ഥികളുമൊക്കെ ആശ്രയിക്കുന്നത് കുമ്പള സാമൂഹികാരോഗ്യ കേന്ദ്രത്തെയാണ്. അറ്റകുറ്റപ്പണികൾക്കായി കോടികളുടെ ഫണ്ട് അനുവദിച്ചതായി ചിലയിടങ്ങളിൽ നിന്ന് പ്രഖ്യാപനങ്ങൾ വരുന്നതല്ലാതെ പദ്ധതി പ്രാവർത്തികമാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുകയാണ്. അർച്ചന രവീന്ദ്രൻ ചേരുകയാണ്. അർച്ചന, പറയൂ, അവിടുത്തെ അവസ്ഥ പറയൂ. രോഷ്നി, ഇതുവരെ നമ്മൾ സർക്കാർ മെഡിക്കൽ കോളേജുകളും ഉൾപ്പെടെയുള്ള താലൂക്ക് ആശുപത്രികളാണ് കണ്ടതെങ്കിൽ അതിനൊക്കെ വ്യത്യസ്തമായി നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാണ്. നമുക്കറിയാം, ഒരു ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ സംവിധാനമാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. എന്നാൽ കുമ്പള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു മേൽക്കൂരയടക്കം ഇത്തരത്തിൽ താങ്ങി നിർത്തുന്നു, അതായത് ഒരു കയർ ഉപയോഗിച്ച് താങ്ങി നിർത്തുന്ന ഒരു കാഴ്ച, അത്രയും ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു മേൽക്കൂര എന്ന് പറയുന്നത് ഒരു കെട്ടിടത്തിന്റെ ഏറ്റവും പ്രാഥമികമായ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫൗണ്ടേഷൻ കൂടിയാണ്. ആ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു മേൽക്കൂര തന്നെയാണ് അത്തരത്തിൽ താങ്ങി നിർത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. അത്തരത്തിലും അപകടാവസ്ഥയിലാണ് ഈ ഒരു കെട്ടിടം എന്ന് നമുക്ക് ഇതിൽ പറയാവുന്നതാണ്. അതേസമയം തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഒരു കോൺക്രീറ്റ് സ്ലാബിന്റെ അത്തരത്തിൽ കമ്പിയടക്കം പുറത്തേക്ക് വരുന്ന അത്തരത്തിലുള്ള ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ ദയനീയ അവസ്ഥയിലാണ് ഈ ഒരു കെട്ടിടം നിലനിൽക്കുന്നതെന്നുള്ള തെളിവാണ് ഈ ഒരു ഭാഗത്ത്. നമുക്കറിയാം, ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിലാണ് കാര്യമായും ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളെല്ലാം തന്നെ ഉണ്ടാവുക. ഏകദേശം 2000-ഓളം കുടുംബങ്ങൾ ഈ പല പ്രദേശങ്ങളിലായി ഇവിടേക്ക് ആളുകൾ പല പ്രദേശങ്ങളായി ഇവിടേക്ക് വരുന്നു. അവരെല്ലാവരും ആശ്രയിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കൂടിയാണ്. അവരെല്ലാവരും തന്നെ അത്തരത്തിൽ ആശുപത്രിയിലേക്ക് വരുന്ന ആളുകൾ എല്ലാവരും തന്നെ വളരെ ആശങ്കയിലാണ് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നു. അത്തരത്തിലുള്ള വലിയ അപകടാവസ്ഥ, ഈ ഒരു ചുമരിന്റെ ഭിത്തി അടക്കം മൊത്തത്തിൽ പൊട്ടിപ്പൊളിഞ്ഞൊരു അവസ്ഥ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ഇവിടെയുള്ള ആളുകളുടെ കാര്യങ്ങൾ, ചേട്ടാ, വലിയൊരു ആശങ്ക തന്നെയായിരിക്കും നിങ്ങളെ സംബന്ധിച്ച്? ആശങ്ക തന്നെയാണ്. സർക്കാരുകൾ ഏത് സംവിധാനമായാലും നമ്മുടെ ഈ ഭാഗത്തോട്, ഈ ആരോഗ്യ മേഖലയോട് കാണിക്കുന്ന അവഗണനയാണ് ഇതിൻ്റെ മൊത്തത്തിൽ കാണുന്നത്. എനിക്കറിയാം, ഞാൻ തന്നെ വന്നിരുന്നു എസ്റ്റിമേറ്റ് സമയത്ത്. ഇതിൻ്റെ ഒരു പഴയ കമ്മിറ്റി മെമ്പറാണ്, എൻ്റെ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി മെമ്പറും കൂടി ആയിരുന്നു ഞാൻ. വ്യാപാര വ്യവസായ ആണെങ്കിലും മുമ്പ് മെമ്പർ. ആ സമയത്ത് കഴിഞ്ഞ 3.5 വർഷം മുമ്പ് ഇതിൻ്റെ ഒരു വലിയൊരു എസ്റ്റിമേറ്റ് 5,40,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ബിൽഡിങ് പുതുക്കി ഇത് കംപ്ലീറ്റ് പൊളിച്ച് മാറ്റി ഇതിൽ 1956-57 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. ഇതൊരു തീർത്തും പൊളിച്ചു മാറ്റേണ്ട ഒരു കെട്ടിടം തന്നെയാണ്. ഏകദേശം 65 വർഷത്തോളം പഴക്കമുണ്ട് എന്നുള്ളത്. അതിനുശേഷം അറ്റകുറ്റപ്പണികൾ നടന്നിട്ടുണ്ട്. ഏകദേശം അറ്റകുറ്റപ്പണികൾ കാലാകാലങ്ങൾ നടക്കുന്നു. പക്ഷേ അറ്റകുറ്റപ്പണികൾ മേൽക്കൂരയിൽ ഒന്നും നടക്കുന്നില്ല. ഇതായിരുന്ന ഈ മാർബിള്, ഇതൊന്നും പഴയ കാലത്തൊന്നും സിമെന്റ് ആയിരുന്നു. ഇതിപ്പോൾ മാർബിളായിരിക്കാണ്. ഇതെല്ലാം അറ്റകുറ്റപ്പണിയിൽ പെടുന്നത് ഈ താഴെ തട്ടിലുള്ള പണി മാത്രമേ. മേലോട്ടുള്ള സംഭവമില്ല. ഇപ്പൊ നിങ്ങൾ ചാനലാരും വന്നത് ഒരു കെട്ടിടം അവിടെ വീണത് കൊണ്ടാണ് ഇപ്പോൾ മൊത്തം കേരളത്തിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ഞങ്ങൾ നടത്തിയ 5,40,00,000 രൂപ എസ്റ്റിമേറ്റ് റെഡി ആയിട്ടുണ്ട്. NHFന്റെ ഫണ്ട് റെഡി ആയിട്ടുണ്ട്. ആ ഫണ്ടിൽ എത്രയും കഴിഞ്ഞ ദിവസം 1-2 ദിവസം മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആളുമായി ബന്ധപ്പെട്ട പറഞ്ഞത് 1 മാസത്തിനകം തരാമെന്നാണ്. ഇപ്പോൾ അവിടെ നിന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അതുപോലെ തന്നെ FH നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ, ഈ 2 സംവിധാനത്തിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. ആ പണികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഫണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലേക്ക് വരാൻ ഇനിയും 1 മാസം കഴിയുമെന്നാണ്. അപ്പോൾ നിങ്ങളും കൂടി മുൻകൈ എടുത്തുകൊണ്ട് നമുക്കിവിടെ പാസ്സായ 5,40,00,000 രൂപ എസ്റ്റിമേറ്റ് ഉടൻ വാങ്ങി തരണമാണ് ഞങ്ങളുടെ ആവശ്യം. അതാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളൊക്കെ ഒരുപാട് താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അവർക്കെല്ലാം തന്നെ വളരെ ആശങ്കയായിരിക്കും. കാരണം ഇത്തരത്തിലൊരു കെട്ടിടം എന്ന് പറയുമ്പോൾ വളരെ അപകടകരമാണ്. ദിവസവും 400 മുതൽ 500 വരെ OP വരുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇത്. പക്ഷേ 2009 മുതൽ ഒരുപാട് ഫണ്ട് വരുന്നുണ്ട്. ആദ്യം നവാർഡിന് 5 കോടി വന്നു, അത് വെബ്സൈറ്റ് പോയി. അതിനുശേഷം കാസർഗോഡ് പാക്കേജിൽ ഒരു 5 കോടി രൂപ വന്നു, അതും പോയി. പിന്നീട് ഇപ്പോൾ വന്നൊരു ഫണ്ടാണ് NHMFന്റെ 13 കോടി, അതും പോയി. ഫണ്ട് വരുന്നതല്ലാണ്ട് ഇവിടെ എത്തുന്നില്ല. അതാണ് അർച്ചന വ്യക്തമാവുന്നുണ്ട്. കോടികളുടെ കണക്ക് പറയുന്നുണ്ട്. ഈ കോടികളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എവിടേക്ക് പോകുന്നു എന്നേ അറിയാത്തതുള്ളൂ.